മതമൗലികവാദികളുമായി കൂട്ടുചേർന്നുകൊണ്ട് തീവ്രവാദ പ്രസ്ഥാനക്കാർ ഇന്ന് പ്രിയപ്പെട്ട ഞങ്ങളുടെ മുഖ്യമന്ത്രിക്കെതിരായി അപവാദ പ്രചരണം നടത്തി മുദ്രാവാക്യം വിളിച്ച് യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ അഴിച്ചുവിട്ടത് ആരാണ്? ഈ കുട്ടിപ്പരങ്ങന്മാരെ കൊണ്ട് ചുടുചോറ് നിൽക്കുന്നത് ഈ ഇരിക്കുന്ന പ്രതിപക്ഷമാണ്, മുസ്ലിം ലീഗുകാരാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു സർ. BJPയും CPMും തമ്മിൽ സഖ്യമാണെന്ന കോൺഗ്രസിന്റെ ആരോപണത്തെ മറികടക്കാൻ കോൺഗ്രസ് BJP സഖ്യത്തെ എടുത്തുകാട്ടി നിയമസഭയിൽ CPM അംഗം P. നന്ദകുമാർ വിശ്വഹിന്ദു പരിഷത്ത് നേതാവ് പ്രവീൺ ഭായ് തൊഗാഡിയുടെ പേരിലുള്ള കേസ് ഒഴിവാക്കിയത് ഉമ്മൻചാണ്ടിയാണെന്ന് അദ്ദേഹം തെളിവ് സഹിതം നിയമസഭയിൽ ചൂണ്ടിക്കാട്ടി. സർ, പ്രവീൺ തൊഗാഡിയ കേരളത്തിൽ വന്ന് വർഗീയ വിദ്വേഷ പ്രസംഗം നടത്തി. അയാൾക്കെതിരെ കേസ് പിൻവലിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരല്ലേ? ആരാ പിൻവലിച്ചത്? CPM-കാരാണോ? കമ്മനം രാജശേഖരനത്തെ ആഭ്യന്തരമന്ത്രിക്ക് നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് തൊഗാഡിയക്കെതിരെ കേസ് പിൻവലിച്ചതെന്ന് 13ാം കേരള നിയമസഭയിലെ 16 സമ്മേളനത്തിൽ 16/2/2016 നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യത്തിന് മറുപടിയായി വ്യക്തമാക്കിയതാണ്. 91-ൽ കോലീബി സഖ്യവും എടുത്തുകാട്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ മറ്റൊരു വിമർശനം. CPM നേതാവ് TK ഹംസയെ പരാജയപ്പെടുത്താൻ, ബേപ്പൂരിൽ പരാജയപ്പെടുത്താൻ ഡോക്ടർ മാധവൻകുട്ടിയെ, RSSകാരനായ ഡോക്ടർ മാധവൻകുട്ടിയെ കോൺഗ്രസും മുസ്ലിം ലീഗും പിന്തുണയ്ക്കുകയായിരുന്നുവെന്ന് P. നന്ദകുമാർ ആരോപിച്ചു. 1969-ൽ മലപ്പുറം ജില്ലാ രൂപീകരണത്തെ കോൺഗ്രസ് എതിർത്ത കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നിയമസഭയിൽ 1969 ജനുവരിയിൽ നിയമസഭയിൽ നടന്ന പ്രസംഗത്തിൽ അന്നത്തെ കോൺഗ്രസ് നേതാവ് K. കരുണാകരൻ മലപ്പുറം ജില്ലാ രൂപീകരണം ഒരു സമുദായത്തെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയാണെന്ന ആരോപണമുണ്ടെന്ന കാര്യം എടുത്തു പറഞ്ഞതും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പുറത്തു നിൽക്കുന്ന ജനസംഘക്കാരന് സഭയിൽ ആളില്ലാത്തത് കൊണ്ടാണ് കോൺഗ്രസ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് നേതാവ് PM അബൂക്കർ പറഞ്ഞതും P. നന്ദകുമാർ നിയമസഭയിൽ ചൂണ്ടിക്കാട്ടി. പട്ടാമ്പിയിൽ 1960-ൽ EMS നമ്പൂതിരിപ്പാടിനെതിരായ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് നിർത്തിയത് ജനസംഘക്കാരനെയായിരുന്നുവെന്നും അവർ ആരോപിച്ചു. 1960-ൽ അന്നത്തെ പഴയ മുഖ്യമന്ത്രിയായ സഖാവ് EMS നമ്പൂതിരിപ്പാട് മത്സരിക്കുമ്പോ നിങ്ങളുടെ സ്ഥാനാർത്ഥി ആരാണ് ഒന്ന് പറയാൻ പറ്റുമോ? കോൺഗ്രസുകാർക്കും ലീഗുകാർക്കും? സംഘപരിവാറിന്റെ പ്രവർത്തകനായിട്ടുള്ള ആളെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിക്കൊണ്ട് സഖാവ് EMS-നെതിരായിക്കൊണ്ട് അന്ന് തുടങ്ങിയതാണ് നിങ്ങൾ BJP-യായിട്ടുള്ള ബന്ധം. ഇന്ന് തുടങ്ങിയതല്ല BJP-യായിട്ടുള്ള ബന്ധം. BJP അനുഭാവി എന്ന ആരോപണവിധേയനായ TP സെൻകുമാറിനെ അദ്ദേഹത്തിൻ്റെ DGP പദവി നഷ്ടപ്പെട്ട സമയത്ത് അദ്ദേഹം സുപ്രീം കോടതിയിൽ അദ്ദേഹത്തിന് വേണ്ടി കേസ് വാദിച്ചത് ഇപ്പോഴത്തെ മുസ്ലിം ലീഗിൻ്റെ രാജ്യസഭാംഗം ഹാരിസ് ബീരാനാണെന്നും നന്ദകുമാർ ആരോപിച്ചു. ആ സംഘപരിവാറിന്റെ പ്രവർത്തകനായി എന്ന് ഞാൻ പ്രവർത്തന വിശ്വാസമുള്ള ആളാണെന്ന് പറഞ്ഞ ആ സെൻകുമാറിനെ പിന്തുണച്ച ആരാണ് സർ? അയാൾ ട്രിബ്യൂണലിൽ പോയി കേസിന് പോയി സുപ്രീം കോടതി പോയി വിധി വാങ്ങി. ആ കേസ് വാദിച്ചത് ആരാണ്? ഒന്ന് പറയണം. ആ കേസ് വാദിച്ചത് മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ അംഗമായിട്ടുള്ള ഇപ്പോഴത്തെ വ്യക്തി ഹാരിസ് ബീരാൻ.